നിന്റെ പേരെന്താ മോളെ? സുഹറ മിണ്ടുന്നില്ല. അല്പം വെള്ളം കൊടുത്ത് അതിലേക്ക് മന്ത്രിച്ചു ഊതി സുഹറാന്റെ ബായിലേക്ക് ഒന്ന് കുടഞ്ഞ് എന്നിട്ട് ഹക്കീം സാഹിബ് ചോദിച്ചു, മോളെ സുഹറ. എന്തോ ആയിട്ടില്ല, കണ്ടൻസർ കറക്റ്റ് ഉണ്ട്, ഷോർട്ട് മാത്രം. അത് അള്ളാന്റെ പണിയാണ്, അതിപ്പോ ശരിയാവും. ഈ തണ്ണിനെ നിങ്ങൾ ബക്കറ്റ് വിത്ത എന്നിട്ട് കുറച്ച് കുടിപ്പിക്കുക, അല്ല സിഫയാക്കും, ഞാൻ പോന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹക്കീം സാഹിബ് വന്നു. ഇവർ കുടിപ്പിച്ച് ചക്രവർത്തിന്റെ മോളല്ലേ, 10-15 ദിവസമാകുമ്പോ എല്ലാ രോഗങ്ങളും മാറിട്ട് സുന്ദരിയായ പെണ്ണ് നമ്മുടെ സുഹറ രാജകുമാരി. ഹക്കീം സാഹിബിനെ ഒരു പുതിയ പെണ്ണ് റെഡിയായി, ആഴകുള്ള സുന്ദരിയായ പെണ്ണ്. ഹക്കീമിനെ കെട്ടാൻ കരപ്പെട്ടുള്ള പെണ്ണുണ്ടെങ്കിൽ ഈ സ്റ്റൈലിലെ പെണ്ണ് മാത്രം. രാജാവിന്റെ സന്തോഷം പറയണ്ട. രാജാവ് മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞ്, ഹക്കീം സാഹിബ് ആ പള്ളിയിൽ മദ്രസയിൽ ഇരിക്കേണ്ട ആളല്ല, അയാളെ കൊണ്ടുപോ. ദപ്പിന്റെ മക്കളെല്ലാം പോയിട്ട് മർഹബ പാടുന്നേ ഘോഷമേറ്റുന്നേ രാജാവിൻ കൊട്ടാരത്തിൽ, മർഹബ പാടുന്നേ ഘോഷമേറ്റുന്നേ രാജാവിൻ കൊട്ടാരത്തിൽ. കൈമുട്ട് പാട്ടുകൾ ദഫടി ചേലുകൾ എല്ലാരും ബഹുജോറാണേ. മന്ത്രികൾ ദാസികൾ വന്നെത്തുന്നേ, അവർ വൈദ്യരെ വരവേൽക്കുന്നേ. മന്ത്രികൾ ദാസികൾ വരവേൽക്കുന്നേ, അവർ വൈദ്യരെ വരവേറ്റുന്നേ. രാജകുമാരിയും വന്നിടുന്നേ, പൂമാലയും ചാർത്തിടുന്നേ. രാജകുമാരിയും വന്നിടുന്നേ, പൂമാലയും ചാർത്തിടുന്നേ. മർഹബ പാടുന്നേ ഘോഷമേറ്റുന്നേ രാജാവിൻ കൊട്ടാരത്തിൽ. കൈമുട്ടി പാട്ടുകൾ ദഫടി ചേലുകൾ എല്ലാരും ബഹുജോറാണേ. അങ്ങനെ പള്ളിന്റെ അവിടുന്ന് തോരണങ്ങൾ കെട്ടി ഹക്കീം സാഹിബിനെ തപ്പ് മുട്ടിട്ട് മന്ത്രിമാർ നാട്ടുകാർ നേരെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊടന്ന് സന്മാന. ഇപ്പൊ ഉസ്താദിന് സന്മാനുണ്ട്, ഒരു നല്ല കാര്യം ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ അത് ചെയ്യും, വെറുതെ ചെയ്യൂല. ഇപ്പൊ രാജാവിന് ഹക്കീം സാഹിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിന്, കൊടനാട ഇരുത്തി. രാജാവ് നല്ലൊരു മാല എടുത്ത് ഹക്കീമിന്റെ കഴുത്തിലേക്കല്ല, പൊന്നിന്റെ മാല, ആണിടാൻ പാടില്ലല്ലോ, കയ്യിൽ കൊണ്ടു കൊടുത്തു. 35 പൗണ്ട് ഇരിക്കട്ടെ. ഓ നല്ല മാല, ഇത് അതിരിക്കട്ടെ. അപ്പോഴാണ് രാജകുമാരി സുഹറ കയ്യിലൊരു പൂന്റെ മാലയും പിടിച്ചിട്ട് തന്റെ ബാങ്കിൽ, തന്റെ മുന്നിലും പിന്നിലും ബാക്കിലും ഇടത്തും വലത്തും 4 ദാസിമാരുണ്ട്, പെണ്ണുങ്ങൾ. അവർക്കുള്ള മധ്യത്തിലെ ആ സുന്ദരിയായ സുഹറ രാജകുമാരി ചിളിചിളി അവളിങ്ങനെ നേരെ വരാ. അപ്പൊ ആൾക്കാർ ഒന്ന് സുഹറാനെ നോക്കുന്നു, ഒന്ന് ഹക്കീമിനെ നോക്കുന്നു, ഒന്ന് സുഹറാനെ നോക്കുന്നു, ഒന്ന് ഹക്കീമിനെ നോക്കുന്നു. പടച്ചോനെ, ഓരോ രണ്ടാളെ നീ മംഗലാക്കണേ അല്ല, അബ്ദുൽ ലത്തീഫ് രാജാവ് മരിക്കണേ അല്ല, എന്നിട്ട് ഹക്കീം സാഹിബ് ചക്രവർത്തി ആവണേ അല്ല, നമ്മളെ നാട് നീ നന്നാക്കണേ അല്ല. എല്ലാവർക്കും പിരിച്ചയാണ്, അയാളെ മരിക്കുന്നു വരക്കാനാവോ, അയാൾക്ക് പിരിച്ചോണ്ട് ഒരാൾക്ക് വരുന്നേ മലയാള വാർത്തയിലുണ്ടായി. അങ്ങനെ നേരെ കൊടന്നു വന്ന് ഇരുത്തി ഹക്കീം സാഹിബിന്റെ അടുത്ത് എത്തുമ്പോ ഹക്കീം സാഹിബ് സുഹറാനെ നോക്കുന്നില്ല. സുഹറ ഒന്നും കൂടി കണ്ണും മീച്ചിരിക്കാൻ നോക്കണേ. ഈ മാല എടുത്തിട്ട് ഹക്കീം സാഹിബിനെ ഇട്ടിട്ട് അവള് പോയ ഉടനെ രാജാവ് പറഞ്ഞു, ഹക്കീം സാഹിബേ, ഈ നിങ്ങൾക്ക് ഇതെല്ലാം തന്നതില്ലേ, അത് ചുമ്മാതില്ലെങ്കിൽ അതൊരു ഇനാമാണ് നിങ്ങൾക്ക്. എന്റെ മകള് നിങ്ങൾ ശിഫയാക്കിയിട്ടുണ്ട്, അള്ളാന്റെ കഴിവ് കൊണ്ടാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ കേൾക്കണം, ഞാൻ തരാം. രാജാവിന്റെ മനസ്സിൽ മോളൊക്കെ കിട്ടും, മംഗലാക്കി കൊടുത്തിടാ. ഹക്കീം സാഹിബ് ചെല്ലി അണക്ക് വേണ എനിക്ക് മദ്രസിൽ സീക്ക് പിടിച്ചോറ് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചെറിയൊരു റൂം കിട്ടി മരുന്ന് കൊടുക്കാൻ. നല്ല റൂമാ. ഇവിടെ കാണുന്ന രാജാവിന്റെ കൊട്ടാരത്തിന് മുന്നിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് നിങ്ങളെ ഹോസ്പിറ്റൽ, ആസ്പത്രി, അവിടെ ഇരുന്നോ. ഹക്കീം സാഹിബ് പോയിട്ട് അവിടെ ഇരുന്നു. പിന്നെ മരുന്നിനെല്ലാരും അവിടെ വരും. രാജാവിന്റെ കൊട്ടാരൻ സുബൈക്ക് അബ്ദുൽ ലത്തീഫ് രാജാവ് ഒന്ന് പോയിട്ട് ഹക്കീം സാഹിബിനെ കാണും. ഹക്കീം സാഹിബ് ചൊല്ലും, രാജാവേ, ഇയാൾ മരുന്നിന് വന്ന ആള്, എന്തും ഇല്ലാത്ത ആൾ. അപ്പൊ രാജാവ് കൈമടക്കും, സദക്ക കൊടുക്കും. ഇങ്ങനെയല്ല
പക്ഷെ സുഹറ ഒരു നാള് 2 കുറി വരും ഹക്കീമിനെ കാണാൻ. വന്നപ്പോൾ ഹക്കീമിന്റെ കണ്ണു ചൂടോ, എന്തടി എന്തില്ല, ഓള് പോ. ഇങ്ങനെയാണ് പതിവ്. ഓള് സംസാരിക്കൂല. ഒരു 5, 8, 10, 15 1 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ അബ്ദുൽ ലത്തീഫ് രാജാവിന് തൊണ്ടന്മാരായ മന്ത്രിമാർ, ബയസ്സമാർ കേട്ട, ഒരു 100, 105, 108 മന്ത്രിമാരുണ്ട്, 5, 8, 10 ആൾ. അവരോട് അഭിപ്രായം ചോദിക്കാതെ രാജാവ് എന്തു ചെയ്യലില്ല. അവരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് ആക്കി അബ്ദുൽ ലത്തീഫ് രാജാവ്, നിങ്ങൾ മന്ത്രിമാരാണെങ്കിൽ എന്നെക്കാൾ വയസ്സുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം, നമ്മളെ മോള് സുഹറാക്ക് നല്ലൊരു പുതിയാപ്പിള വേണ്ടേ, ഞാൻ മരിച്ചെങ്കിൽ യമൻ നാട്ടിൽ ചക്രവർത്തി ആവണം, അപ്പൊ ആലിമായിരിക്കണം, ചന്തമുള്ളവനായിരിക്കണം. അപ്പൊ ഒരാൾ പറഞ്ഞ് രാജകുമാരനായിരിക്കണം, ആവണോ? അപ്പൊ നമ്മളെ മോളെ കെട്ടനി പല 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 നാട്ടിൽ നിന്ന് പുതിയാപ്പിളമാർ ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയാപ്പിള കണ്ടിട്ടുണ്ടാ? എല്ലാ മന്ത്രിമാരെ മനസ്സിലുള്ള ഹക്കീം സാഹിബിന് കൊടുക്കണം. പക്ഷെ പറയാൻ പേടിയാണ്. രാജാവിന്റെ മോളെ ഒരു മുസാഫിറിന് കൊടുക്കുന്നില്ല, ചന്ത ഉണ്ടെങ്കിൽ മതിയാ. റാണിന്റെ മനസ്സിൽ മോളെ കൊടുക്കേണ്ടത് ഹക്കീമിനാണ്. രാജാവിന്റെ മനസ്സിലുള്ള തന്നെ അവസാനം ഒരു 108 വയസ്സിന്റെ വയസ്സനായ മന്ത്രി ചൊല്ലി, ഞാനൊരു തീരുമാനം ചൊല്ലാം, ഞമ്മളെ സുഹറാന ഹക്കീമിന് സാഹിബിന് കൊടുത്തെങ്കിൽ നല്ലല്ലേ രാജാവ്, പിന്നെ നിങ്ങൾ ബേജാറാക്കണ്ടാവാ, പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ. രാജാവ് പറഞ്ഞ് ഇഷ്ടം പോലെ എന്നാ ഞമ്മളെല്ലാം തീരുമാനിച്ചത് നമ്മുടെ രാജകുമാരനെ ഹക്കീം സാഹിബിന് കൊടുക്കാം. ഇതെല്ലാം സുഹൂർ അവിടെ കാതു കൊടുക്കുന്നു. അപ്പൊ റാണി ചെല്ലി ഞമാത്രബിയ ചൂടാക്കുന്ന, വേണ്ട, ഞങ്ങളെ മോള് ഏതെങ്കിലും രാജകുമാരനെ മംഗലാവണമെന്ന് പറഞ്ഞു ഞാൻ എന്താക്കുന്നത്, നീ മോളെ ഒപ്പാട്ടോ, ഞാൻ മോളെ ഒപ്പാട്ടെ. അങ്ങനെ ഉമ്മ വന്ന് ഒപ്പാട്ട് കൊടുക്കും. മോളെ എന്തുമ്മ നിക്കിപ്പോ 19 അയകന്താക്കോളൂ, നിന്നെ കെട്ടണം കുറെ പുതിയാപ്പിളമാർ, രാജകുമാർ. എന്ത് രാജകുമാര പുതിയാപ്പിളമാർ? ഞാൻ കെട്ടൻ ഹക്കീം സാഹിബിനെ മാത്രം, അയാളല്ലാതെ വേറെ പുതിയാപ്പിളാണ് ഞാൻ ആത്മഹത്യ അബ്ബക്കെടുത്ത് എന്തായിട്ട് ഞങ്ങൾക്ക് മോള് വേണം, അയാൾ കിട്ടോളൂ, ഒക്കെ അങ്ങനെ ശരി. ഇനിയിപ്പോ അയാളാരും ഒപ്പാട്ടുന്നേ? എപ്പോ മന്ത്രിമാർ ചെല്ലി അയാൾ ഒപ്പാട്ട സൊറാവലപ്പ. അയാൾ കണ്ട പോലല്ല, അയാൾ കണ്ണു വരുന്നു ചോക്കുറു, ഞങ്ങളെ മുട്ട പളക്ക പറയില്ല, അയാൾ ആവേ ഇല്ല. 108 വയസ്സുള്ള വയസ്സനായ മന്ത്രിനോട് ചൊല്ലു, പോപ്പാ നിങ്ങമേ പോകണോ ഹക്കീം സാഹിബിനെ മുട്ട, ഇയാൾ ചൊന്തുന്നാണ് പോവാ. രാജാവ് എന്നൊക്കെ ബാളനായ 2 പെണ്ണു മക്കളുണ്ട്, ഞാൻ പോയെങ്കിൽ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഗ്യാരണ്ടി. അയാളെ കാണുമ്പോൾ പേടിച്ചിട്ട് അത്ര ചോറുണ്ടേ. ആണുങ്ങളെ വിട്ട പളക്ക പറയണം, പെണ്ണുങ്ങളെ മുഖം നോക്കൂല, അങ്ങനത്തെ ഒരു മനുഷ്യൻ. എന്റെ മക്കളെ നിങ്ങൾ വാൾപാട്ടു, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് വയസ്സനായ മന്ത്രി ഹക്കീം സാഹിബിന്റെ അടുത്ത് പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. താടി കടിക്കുന്ന അല്ല, സജ്ജിക സീക്ക തലകുത്ത അല്ല, നടന്നമ്പല അല്ല, കാളനമ്പല അല്ല, കൈനമ്പല. അയാളോട് കുടിക്കണക്ക് തണ്ണി കൊടുത്തു, കുടിച്ച്. എന്താ മന്ത്രി? എന്തില്ല, രാജകുമാരി സുഹറാനെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് തരാൻ വേണ്ടി രാജാവിന്റെ തീരുമാനമാണ്. ഒറ്റ ചാട്ട ഹക്കീം സാഹിബ് നിക്കലവിട. നാട്ടുകാർക്ക് നാടപിരാന്ത്, മന്ത്രിമാർക്ക് മണ്ടപിരാന്ത്. ഉമ്മയില്ല, ഉപ്പയില്ല, രാജയില്ല, കുടുംബമില്ല, കൊട്ടാരമില്ലാത്ത എനിക്കാണോ രാജകുമാരനെ തരേണ്ടത്? രാജാവിനിക്കല്ലേ? ഇയാള് പാഞ്ഞിട്ടായി.